മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ ദിവസം റോമാക്കാർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യം. Letter to Romans chapter 7 verse 24. ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിനധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിമോചിപ്പിക്കും? പാപം നമ്മെ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടുത്തും. ആത്മീയമായും മാനസികമായും നമ്മളെ ബലഹീനരാക്കും. അവസാനം നമ്മെ നശിപ്പിക്കും. അല്പാൽപമായ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടുന്ന പാപാസക്തി അവസാനം നമ്മെ പൂർണ്ണമായി ഗ്രസിക്കുകയും ആത്മീയ ജീവിതത്തിൽ നാം തകരുകയും ചെയ്യും. ഒരു റോമൻ ചക്രവർത്തിയെപ്പറ്റി ഒരു കഥയുണ്ട്. തന്നെ മാത്രം എല്ലാവരും ആരാധിക്കണമെന്ന് അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചു. അതനുസരിക്കുവാൻ ക്രിസ്ത്യാനികൾ തയ്യാറായില്ല. കോപിച്ച രാജാവ് മന്ത്രിയെ വരുത്തി സകല ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കുവാൻ ആജ്ഞാപിച്ചു. മന്ത്രി രാജാവിനോട് ക്രിസ്ത്യാനികൾ മരണത്തെ ഭയപ്പെടുന്നില്ല, തങ്ങളുടെ ഗുരുവിന്റെ സന്നിധിയിൽ വേഗം എത്താമെന്ന് പറഞ്ഞവർ സന്തോഷിക്കും എന്ന് പറഞ്ഞു. ഇരുകൂട്ടരും അന്ത്യനിഗമനത്തിലെത്തിയത് ക്രിസ്ത്യാനിയെ കൊണ്ട് പാപം ചെയ്യിക്കുക, അവയിൽ മാത്രമേ അവർ വേദനപ്പെടൂ. ഒരു സങ്കല്പ കഥ കേട്ടിട്ടുണ്ട്. വാനവിരിവിൽ പറന്ന് വിഹരിക്കുന്ന ഒരു പക്ഷിയെ പിടിച്ചു തിന്നാൽ കൊള്ളാമെന്നൊരു പൂച്ച ആഗ്രഹിച്ചു. അതിനായി ഒരു സൂത്രം പ്രയോഗിച്ചു. മണ്ണിരകളെ പിടിച്ച് പാത്രത്തിലാക്കി പക്ഷികളെ കാണിച്ചു. പക്ഷികൾക്ക് മണ്ണിരയെ തിന്നണമെന്നാഗ്രഹമായി. ഒരു തൂവൽ തരാമെങ്കിൽ ഒരു മണ്ണിരയെ കൊടുക്കാമെന്ന് പൂച്ച പറഞ്ഞു. ഒരു പക്ഷി തന്റെ ഒരു തൂവൽ കൊടുത്ത മണ്ണിരയെ വാങ്ങി തിന്നു. വീണ്ടും വീണ്ടും തൂവലുകൾ കൊടുത്ത് മണ്ണിരകളെ വാങ്ങിച്ച് ഭക്ഷിച്ചു. തൂവലുകൾ മുഴുവൻ കൊടുത്തു തീർത്തു. പറന്നുയരുവാൻ ശ്രമിച്ച പക്ഷിക്ക് ഉയരുവാൻ സാധിച്ചില്ല. പൂച്ച അതിനെ പിടിച്ചു തിന്നു. പാപത്തിൽ രസിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കും ഈ പക്ഷിയുടെ അനുഭവമാണ് ഉണ്ടാകുന്നത്. പാപം ക്രമേണ നമ്മെ നശിപ്പിക്കും. ഏറ്റവും ചെറിയ പാപത്തിന് പോലും നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കരുത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഞങ്ങളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.